പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവ് എ റഹീം ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വേണ്ടി SDPI മസ്ജിദുകളിൽ നോട്ടീസ് വിതരണം ചെയ്യുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഉള്ള പാർട്ടികളുമായി കൂട്ടുകൂടി അഥവാ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പാലക്കാടിൻ്റെ അവസ്ഥ എന്ന് പറയാം. ഒരു DYFIൻ്റെ നേതാവാണ് പറയുന്നത്, അഖിലേന്ത്യാ നേതാവ്, അല്ലാതെ യുവമോർച്ച നേതാവോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യ നേതാവോ RSS നേതാവോ എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന പാലക്കാട്. CPM 3ാം സ്ഥാനത്താണ്. ഈ ശ്രീധരൻ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ തോറ്റത്. ആ മണ്ഡലത്തിൽ UDF 1ാം സ്ഥാനത്തുള്ള UDFന് വേണ്ടി BJPനെ പരാജയപ്പെടുത്താൻ വേണ്ടി SDPI UDFന് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തിനാണ് DYFI നേതാവിനും CPM നേതാക്കൾക്കും എന്തിനാണ് വിരളിയും വെപ്രാളവും ആശങ്കയും വേവലാതിയും? അതാണ് മനസ്സിലാവാത്തത്. ഈ ഒരു പ്രസ്താവനയോടുകൂടി ആർക്കാണ് ഗുണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റഹീം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഫാസിസ്റ്റ് വിരുദ്ധതയും അതേപോലെ തന്നെ RSS വിരുദ്ധതൊക്കെ പറയുന്നുണ്ടല്ലോ, രായിക്ക് രാമായണം പറയുന്നുണ്ട്. പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം. പ്രാവർത്തികമായിട്ട് RSSന് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ് ഈ പറയുന്ന CPMൻ്റെ DYFIൻ്റെ നേതാക്കൾ. 3ാം സ്ഥാനത്തുള്ള CPM എന്താണ് ചെയ്യേണ്ടത്? ആത്മാർത്ഥമായിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധതയാണ് CPMൻ്റെയോ റഹീമിൻ്റെയോ ആണെങ്കിൽ 3ാം സ്ഥാനത്ത് പാലക്കാട് നിൽക്കുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിനെ പിൻവലിക്കണം. കോൺഗ്രസിന് ചാടി വന്ന ഒരു സരിനിയാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. യഥാർത്ഥ ഫാസിസ്റ്റ് വിരുദ്ധരാണ് DYFIയും CPM ഒക്കെ ആണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പിന്തുണയ്ക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്തിട്ടാണല്ലോ ഫാസിസ്റ്റ് വിരുദ്ധത തെളിയിക്കേണ്ടത്. അല്ലാതെ ഫാസിസ്റ്റ് വിരുദ്ധത തെളിയിക്കേണ്ടത് ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായി നിന്ന് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ഇപ്പം CPMും റഹീം അടക്കം ചെയ്യുന്ന സംഗതികളല്ലേ. അവിടെ ജയിക്കാൻ 2ാം സ്ഥാനത്തുള്ള BJPനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് UDFന് SDPI പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ അനുകൂലിക്കുകയാണല്ലോ വേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ SDPI. ഈ SDPIയെ ഒരു വലിയ എന്തോ ഒരു സംഗതിയായിട്ട് ഈ പറയുന്നത് BJPയും RSSും ആണ്. അതിൻ്റെ കൂടുകയാണ് ഈ പറയുന്ന DYFIയും CPM. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണല്ലോ SDPI മത്സരിച്ച്. ഇതുവരെ നിരോധിക്കപ്പെട്ട സംഘടനയൊന്നല്ല, പാർട്ടിയൊന്നല്ല. ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. 104ഓളം ജനപ്രതിനിധികൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പറയുന്ന SDPI. അപ്പോൾ ഈ SDPI കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് 1ാം സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ്. CPM ആണ് 1ാം സ്ഥാനത്തെങ്കിൽ CPMന് പിന്തുണ കൊടുക്കും. SDPIക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, RSSനെ തോൽപ്പിക്കുക എന്നുള്ളത്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, ഫാസിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. SDPI മുമ്പും തെളിയിച്ചിട്ടുണ്ട്. അത് മഞ്ചേശ്വരത്തും നേമത്തും BJP ജയിക്കാൻ സാധ്യതയുള്ള ഈ 2 മണ്ഡലത്തിലും UDFന് മഞ്ചേശ്വരത്തും അതേപോലെ തന്നെ LDFന് നേമത്തും പിന്തുണ കൊടുത്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. പ്രസംഗത്തിൽ മാത്രമല്ല ഫാസിസ്റ്റ് വിരുദ്ധത തെളിയിക്കേണ്ടത് റഹീമെ, പ്രവർത്തനത്തിൽ കാണിക്കണം. നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഇല്ല, പ്രസംഗത്തിൽ മാത്രമാണുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രസംഗത്തിൽ പോലും RSSന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ RSSന് അല്ലെങ്കിൽ BJPക്ക് വിജയിച്ച് കയറാനുള്ള ചവിട്ടുപതികളാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.